തിരുവനന്തപുരത്തെ ബി.ജെ.പി. കൗൺസിലറുടെ ആത്മഹത്യയിൽ ശക്തമായ പ്രക്ഷോഭത്തിന് CPIM. നാളെ കോർപ്പറേഷൻ പരിധിയിൽ പ്രതിഷേധ പ്രകടനങ്ങളും യോഗങ്ങളും നടത്തും. ജില്ലാ ഫാം ടൂർ സഹകരണ സംഘം തട്ടിപ്പിൽ സമഗ്ര അന്വേഷണം വേണമെന്നും ആവശ്യം. വിവരങ്ങളുമായി സുലേഖ ശശികുമാർ ചേരുന്നുണ്ട്. സുലേഖ, ഈ അനിൽകുമാർ ആത്മഹത്യ ചെയ്തത് തന്നെ ബി.ജെ.പി. നേതാക്കളുടെ ചതിയെ തുടർന്നാണ്. 6 കോടി രൂപയുടെ ബാധ്യത വരുത്തിവെച്ചത് നേതാക്കളെല്ലാം കൂടിയാണ്. പക്ഷേ അത് അങ്ങനെയല്ലെന്ന് വരുത്തി തീർക്കാൻ ബി.ജെ.പിയുടെ ജില്ലാ നേതാക്കൾ ശ്രമിക്കുന്നുണ്ട്. കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ച എന്ന തരത്തിൽ, CPMൻ്റെ ഭാഗത്ത് വീഴ്ച എന്ന തരത്തിലൊക്കെയാണ് കാര്യങ്ങൾ വ്യാഖ്യാനിച്ചെടുക്കുന്നത്. പക്ഷേ ഈ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് നടന്ന വലിയ അഴിമതികൾ, ബി.ജെ.പി. നേതാക്കൾ നടത്തിയ അഴിമതികൾ പുറത്തു വരണം. അതിൻ്റെ ഭാഗമായിട്ടാകണം ഇപ്പോൾ CPIM പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുന്നത്, അല്ലേ? തീർച്ചയായിട്ടും സിജു, തന്നെയാണ്. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ കൗൺസിലറായിട്ടുള്ള അനിൽകുമാർ ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസം ബി.ജെ.പിയുടെ ജില്ലാ ഭാരവാഹി വാർത്താ സമ്മേളനം നടത്തുകയും ഈ ആത്മഹത്യക്ക് പിന്നിൽ ഇത്തരത്തിൽ CPM ആണെന്നും ഒപ്പം പോലീസ് ആണെന്നും വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം നടത്തുകയും ചെയ്തു. പക്ഷേ ഇത്തരത്തിൽ ഇന്നലെ പോലീസ് കണ്ടെടുത്ത ആത്മഹത്യാ കുറിപ്പിലടക്കം പറയുന്നത് ബി.ജെ.പി. എന്നുള്ള ഒരു പാർട്ടിയെ കുറിച്ച് മാത്രമാണ്. അത്തരത്തിൽ ആ രാഷ്ട്രീയ പാർട്ടിയെ കുറിച്ച് മാത്രമാണ് ഇത്തരത്തിൽ അനിൽകുമാറിന്റെ ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നത്. എന്നാൽ അതിനെ വളച്ചൊടിക്കുന്ന ഒരു സാഹചര്യമാണ് കരമന ജയൻ എന്ന് പറയുന്ന ബി.ജെ.പിയുടെ ജില്ലാ പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. അതിനെതിരെയാണ് ഇത്തരത്തിൽ ജനകീയ പ്രക്ഷോഭം നടത്താൻ ഇത്തരത്തിൽ CPMന്റെ ഭാഗത്ത് നിന്ന് ഒരു നിലയുണ്ടാകുന്നത്. നാളെയാണ് ഇത്തരത്തിൽ കോർപ്പറേഷൻ പരിധിയിലെ ലോക്കൽ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങളും യോഗങ്ങളും സംഘടിപ്പിക്കാൻ CPMന്റെ ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അനിൽകുമാറിന്റെ സാമ്പത്തിക ബാധ്യത അത് ബി.ജെ.പി. കാരണമാണ് ഉണ്ടായിട്ടുള്ളത്. ജില്ലയിലെ ബി.ജെ.പി. പ്രവർത്തകർ ഇത്തരത്തിൽ ഈ സഹകരണ സൊസൈറ്റിയിൽ നിന്ന് പണം എടുക്കുകയും ഇത്തരത്തിൽ ഇത് അടക്കാൻ ബി.ജെ.പി. നേതാക്കൾ അടക്കമുള്ള ആളുകളോട് ആവശ്യപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ അതിൽ നിന്ന് പിന്മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട ബി.ജെ.പി. നേതാക്കളെ കാണുകയും ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനെ അടക്കം കണ്ട് കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ തിരുമല അനിൽ എന്ന് പറയുന്ന ബി.ജെ.പി. കൗൺസിലർ, ബി.ജെ.പിയുടെ തിരുവനന്തപുരം ജില്ലാ സിറ്റി ജനറൽ സെക്രട്ടറിയാണ് തിരുമല അനിൽ. എന്നിട്ടും ഈ ബി.ജെ.പിയുടെ ഭാഗത്തു നിന്ന് യാതൊരു വിധത്തിലുള്ള സഹായങ്ങളും തനിക്ക് ലഭിച്ചിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കഴിഞ്ഞ ദിവസം രാവിലെ ഇത്തരത്തിൽ കൗൺസിലറുടെ മുറിയിൽ തിരുമല അനിൽ ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഇതിന്റെ പഴി അത് CPM തന്നെ പോലീസിന് മേൽ ചാരാനുള്ള ശ്രമമാണ് കഴിഞ്ഞ ദിവസം ബി.ജെ.പിയുടെ ജില്ലാ പ്രസിഡന്റ് കരമന ജയൻ വാർത്താ സമ്മേളനം നടത്തി ഇത്തരത്തിൽ ഇതിന്റെ ഒരു ഉത്തരവാദിത്തം അത് CPMന്റെയും പോലീസിന്റെയും മേൽ ശരി, സുലേഖ ശശികുമാറാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. തിരുമലയിലെ ബി.ജെ.പി. കൗൺസിലർ അനിൽകുമാറിന്റെ ആത്മഹത്യയിൽ കൂടുതൽ ബി.ജെ.പി. നേതാക്കൾ പ്രതിസ്ഥാനത്തേക്ക് വരികയാണ്.